സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക പുസ്തകത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. നെവിൽ ഗോഡാർഡിന്റെ ഫ്രീഡം ഫോർ ഓൾ. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന ബൈബിൾ കഥകളിലെ അതിനെയൊക്കെ ഇത് കാണുന്നത് ഒരു പുതിയ രീതിയിലാണ്. നമ്മുടെ ബോധം, അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ബോധവാന്മാരായിരിക്കുന്നത് അത് മാത്രമാണ് സത്യമെന്നും നമ്മുടെ ലോകമെന്നത് നമ്മുടെ ഉള്ളിലെ ഈ ബോധം പുറത്തേക്ക് കാണിക്കുന്നതാണെന്നും ഈ പുസ്തകം പറയുന്നു. ഒരുപക്ഷേ നിങ്ങൾ പുതിയൊരാശയം ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുകയാവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വേണമെന്നാഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ വെറുതെ ഇതിനെക്കുറിച്ച് അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാവാം. എന്തായാലും ഈ സംഭാഷണം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിന്റെ കാതൽ? എങ്ങനെയാണ് ഈ ബോധത്തിൽ മാറ്റം വരുത്തുന്നത്? നമുക്ക് നോക്കാം. ഒരു ഗുണവുമില്ലാത്ത ഒരു തത്വം അല്ലെങ്കിൽ സിദ്ധാന്തം, അതിനെ ആളുകൾ അധികകാലം സ്വീകരിക്കില്ല, ശരിയല്ലേ? നമ്മൾ എത്ര വലിയ ആദർശം പറഞ്ഞാലും അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിൽ സത്യമുണ്ടോ എന്നതിന് ഒരു തെളിവ് നമുക്കെല്ലാവർക്കും വേണം. ഇവിടെ പറയുന്ന തത്വം വളരെ ലളിതമാണ്. ബോധമാണ് കാരണം. നമ്മൾ പുറത്തു കാണുന്ന ലോകം അതിന്റെ ഫലം മാത്രം. ഇതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്കിതിന്റെ പ്രധാന ആശയങ്ങളിലേക്ക് കടക്കാം. പുസ്തകം തുടങ്ങുന്നത് ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അല്ലേ? ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് ആർ ഗോഡ് ഈസ് വൺ ലോർഡ് എന്നൊരു വാക്യം പറയുന്നുണ്ട്. അതെ, ഉണ്ട്. പക്ഷെ ആ വാക്യത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള വിളിയായിട്ടല്ല പുസ്തകം കാണുന്നത്. ഓഹോ, പിന്നെങ്ങനെയാണ്? അത് ഓരോ മനുഷ്യനോടുമുള്ള വിളിയാണ്. ഹേയ്, ദൈവത്തിന്റെ അംശമായ മനുഷ്യ, കേൾക്കൂ, നീയും നിന്റെ ദൈവവും ഒന്നാണ്, വേർപിരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ തുടർച്ചയായിട്ട് പുസ്തകം പറയുന്നത് നിങ്ങളുടെ ഞാനാകുന്നു അഥവാ ഐ ആം എന്ന ബോധമില്ലേ, ഉപാധികളൊന്നുമില്ലാത്ത അശുദ്ധമായ ബോധം, അതാണ് ദൈവം. ഉപാധികളില്ലാത്ത ബോധം, അതായത് നിങ്ങൾ ഇന്ന ആളാണ്, ഇന്ന ജോലിയാണ്, ഇന്ന കുടുംബമാണ് എന്നൊക്കെയുള്ള ലേബലുകൾ വരുന്നതിന് മുൻപുള്ള നിങ്ങളുടെ അസ്തിത്വം, ഞാനുണ്ട് എന്ന ആ ഒരു അടിസ്ഥാന ബോധം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങളോ, ഞാനൊരു പുരുഷനാണ്, അല്ലെങ്കിൽ ദരിദ്രനാണ്, ധനികനാണ് എന്നൊക്കെ, അതൊക്കെ ഈ അടിസ്ഥാന ബോധത്തിന്റെ പല അവസ്ഥാന്തരങ്ങൾ മാത്രം, കണ്ടീഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയും. ആത്യന്തികമായിട്ടുള്ള ഉപാധികളില്ലാത്ത ഞാനാകുന്നു എന്ന ബോധം പല രൂപത്തിൽ പ്രകടമാകുന്നതാണ് അതൊക്കെ. അപ്പോൾ ശരിക്കും യാഥാർത്ഥ്യം എന്നത് ഈ ഞാനാകുന്നു എന്ന ബോധം മാത്രമാണ്. അതെ, ആ ഒരൊറ്റ ബോധം. ബാക്കിയെല്ലാം നമ്മൾ നമ്മളെക്കുറിച്ച് വിശ്വസിക്കുന്ന പരിമിതികളും കഴിവുകളുമൊക്കെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിന് സ്വയം കൊടുക്കുന്ന നിർവചനങ്ങൾ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ബോധമാണ് നമ്മുടെ ലോകമായിട്ട് പുറത്തു കാണുന്നത്. ഓക്കേ, ഈ ഞാനാകുന്നു എന്ന ബോധമാണ് അടിസ്ഥാനമെന്ന് മനസ്സിലായി. ഇനി ഇത് സൃഷ്ടിയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? യഹോവ എന്ന പേരിന് ഇതിൽ പ്രാധാന്യമുണ്ടെന്ന് കേട്ടു. ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. കാരണം സൃഷ്ടിയുടെ ഒരു ഫോർമുല തന്നെ ആ പേരിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഹീബ്രു അക്ഷരങ്ങളായ JODHEVAUH, ഈ 4 അക്ഷരങ്ങൾ ചേർന്നാണ് യഹോവ എന്ന പേരുണ്ടാകുന്നത്. ഇതിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അതെന്തൊക്കെയാണ്? JOD എന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഉപാധികളില്ലാത്ത ബോധം, ഐ ആം. ശരി. HE എന്നത് ഒരു ആഗ്രഹം, ഒരു ആശയം, മനസ്സിലെ ഒരു ചിത്രം, ബൈബിളിൽ പുത്രൻ എന്നൊക്കെ പറയുന്നത് പോലെ. വൗ, ഇതാണ് രസം. ഇതൊരു പാലം പോലെയാണ്. ആഗ്രഹിക്കുന്ന ബോധത്തെയും ആഗ്രഹിക്കുന്ന അവസ്ഥയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ VAU ആണ്. അതെങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? അനുഭൂതിയിലൂടെ. ഫീലിംഗ്. ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതാണ് എന്ന ആ ഒരു ഫീലിംഗ്, അതാണ് VAU. അപ്പോ അവസാനത്തെ എച്ചോ? അത് ഈ ഉള്ളിലെ മാറ്റത്തിന്റെ, ആ ഫീലിംഗിന്റെ ബാഹ്യമായ പ്രകടനം, ഫലം, റിസൾട്ട്. അപ്പോ ചുരുക്കത്തിൽ നമ്മുടെ ബോധം JOD ഒരാഗ്രഹത്തെ HU പൂർണ്ണമായി അനുഭവിക്കുമ്പോൾ VAU അത് യാഥാർത്ഥ്യമായി HU മാറുന്നു. ഇതാണോ? അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നിങ്ങൾ ബോധവാനാകുന്നു JOD, ഒരു കാര്യത്തെക്കുറിച്ച് ഒരാഗ്രഹം വരുന്നു HU, അതിപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുന്നു VAU, ആ അനുഭവം പിന്നീട് പുറത്തു പ്രകടമാകുന്നു HU. ഇതാണ് സൃഷ്ടിയുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്. ഈ അനുഭൂതി അല്ലെങ്കിൽ ഫീലിംഗ് ഇതിന് മറ്റ് കഥകളിലും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നോഹയുടെ പെട്ടകത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും.
നോഹയുടെ കഥയിലും ഇതേ തത്വം കാണാം. നോഹയെ ഇവിടെ കാണുന്നത് ഒരു പുതിയ ലോകമുണ്ടാക്കുന്ന സൃഷ്ടാവായിട്ടാണ്, അറിയുന്നവനായിട്ട്. ജെ. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്: ഷേം, ഹാം, യാഫത്ത്. ഇവരും ഓരോ ആശയങ്ങളാണ്. എന്തൊക്കെയാണ്? ഷേം എന്ന പേരിന്റെ അർത്ഥം പേര് എന്നാണ്. അത് നമ്മുടെ ആഗ്രഹത്തെ, ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. എച്ച്. യാഫത്ത്, അതിന്റെ അർത്ഥം വികാസം, വ്യാപനം എന്നൊക്കെയാണ്. ഇത് ആഗ്രഹം സാധിച്ചതിന്റെ ഫലം, പുറമേ കാണുന്ന റിസൾട്ട്. അവസാനത്തെ അപ്പോ ഹാം? ഹാം, ചൂടുള്ള, സജീവമായ എന്നൊക്കെയാണ് ആ പേരിനർത്ഥം. ഇതാണ് അനുഭൂതി, ഫീലിംഗ്. VAU. ആഗ്രഹത്തെയും യാഥാർത്ഥ്യത്തെയും ബന്ധിപ്പിക്കുന്ന ശക്തി. കഥയിൽ അപ്പന്റെ രഹസ്യം കണ്ടത് ഹാം ആണല്ലോ. അതെ. അതായത് സൃഷ്ടിയുടെ രഹസ്യം ഈ അനുഭൂതിയാണെന്ന് കണ്ടുപിടിച്ചത് ഹാമാണ്. അപ്പൊ നോഹയുടെ കഥയും പറയുന്നത് ഫീലിംഗ് ആണ് ആഗ്രഹത്തെ റിയാലിറ്റി ആക്കുന്നത് എന്നാണ്. ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ നമ്മളിത് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കും? അതിന് വല്ല ഉദാഹരണവും ഈ പുസ്തകത്തിലുണ്ടോ? അതോ വെറും കഥാവ്യാഖ്യാനം മാത്രമാണോ? അല്ല, ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിനാണ് കൂടുതൽ ഊന്നൽ. ജെനസിസ് 27-ൽ ഇസഹാക്ക് മകനായ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു കഥയില്ലേ? ഉണ്ട്. അത് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ആ കഥയെ ഒരു മാനസിക നാടകം പോലെയാണ് പുസ്തകം കാണുന്നത്. അതെങ്ങനെ? ഇവിടെ കണ്ണു കാണാത്ത ഇസഹാക്ക്, അത് നമ്മുടെ ബോധമാണ്, കോൺഷ്യസ്നസ്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഏശാവ് റോമമുള്ളവൻ, അത് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം, നമ്മുടെ പ്രശ്നങ്ങൾ, പരിമിതികൾ, വസ്തുനിഷ്ഠമായ ലോകം. മറ്റേയാള് യാക്കോബ്, മിനുസമുള്ള തൊലിയുള്ളവൻ. അതെ, യാക്കോബ് നമ്മുടെ ആഗ്രഹമാണ്. ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പക്ഷേ നമുക്ക് മനസ്സിൽ അനുഭവിക്കാൻ പറ്റുന്ന ആ ഒരവസ്ഥ. ശരി, കഥയിൽ എന്താണ് നടക്കുന്നത്? ഇസഹാക്ക് ഏശാവിനോട് വേട്ടയ്ക്ക് പോകാൻ പറയുന്നു, പുറത്തേക്ക് അയക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് ഏശാവ് ശ്രദ്ധ മാറ്റുന്നു, ബോധപൂർവം. ഓക്കെ. എന്നിട്ട് യാക്കോബിനെ അടുത്തേക്ക് വിളിക്കുന്നു. എന്റെ മോനെ അടുത്തുവരൂ, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്ന് പറയുന്നു. ഇത് നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ യാക്കോബ് മനസ്സുകൊണ്ട് അടുത്തേക്ക് കൊണ്ടുവന്ന് അത് ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ട് ഇസഹാക്ക് യാക്കോബിനെ തൊടുന്നു. മിനുസമുള്ള തൊലിയാണ്, പക്ഷേ അത് ഏശാവിന്റെ രോമമുള്ള ശരീരമാണെന്ന് ഫീൽ ചെയ്തിട്ട് ഏശാവിന് വെച്ചിരുന്ന അനുഗ്രഹം യാക്കോബിന് കൊടുക്കുന്നു. ഓഹോ. ഇതിലെ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോധം ഇസഹാക്ക്, നമ്മുടെ ആഗ്രഹം യാക്കോബ് ഇപ്പോ യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായി അനുഭവിച്ചാൽ ആ അനുഭവം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ, ഏശാവിനെ മാറ്റി അതിന്റെ സ്ഥാനമെടുക്കും, അതിനെ സപ്ലാന്റ് ചെയ്യും. കൊള്ളാം. നമ്മൾ സാധാരണ വായിച്ചു പോകുന്ന ഒരു കഥയിൽ ഇങ്ങനെ ഒരു അർത്ഥം. അപ്പോൾ ഇത് പ്രാക്ടിക്കലായി ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. 1. ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന്, പരിമിതിയിൽ നിന്ന് ശ്രദ്ധ പൂർണ്ണമായി മാറ്റുക. ഏശാവിനെ വേട്ടയ്ക്കഴിച്ചതുപോലെ അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ശരി. 2. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചാൽ അത് സ്വാഭാവികമായി അനുഭവപ്പെടുന്ന ഒരു സമയവും സ്ഥലവും മനസ്സിൽ കാണുക. അത് ചിലപ്പോൾ ദൂരെയാവാം, ഭാവിയിലാവാം, പക്ഷെ നിങ്ങളതിന് ഇവിടെ, ഇപ്പോൾ ആക്കണം. മനസ്സുകൊണ്ട് നിങ്ങൾ ആ അവസ്ഥയിൽ, ആ സ്ഥലത്ത്, ഈ നിമിഷത്തിലാണെന്ന് കരുതുക. 3-മത്തേതോ? അതാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹം ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായി അനുഭവിക്കുക, ഫീൽ ചെയ്യുക. യാക്കോബിനെ തൊട്ടറിഞ്ഞ ഇസഹാക്കിനെ പോലെ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാലുള്ള സന്തോഷം, സംതൃപ്തി, ആശ്വാസം, അതെല്ലാം ഇപ്പോൾ ഇവിടെ അനുഭവിക്കുക. ആ ഫീലിംഗ് ആണ് പ്രധാനം. ഈ അനുഭവിക്കൽ പ്രോസസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണോ? അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. സബത്ത് ബൈബിളിൽ പറയുന്നില്ലേ, 6 ദിവസം പണിയെടുത്ത് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ദിവസങ്ങളല്ല, അതൊരു മാനസികാവസ്ഥയാണ്. മാനസികാവസ്ഥയോ? അതെ. ഈ 6 ദിവസത്തെ വേല എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായി അനുഭവിച്ച് ആ ബോധ്യം മനസ്സിൽ ഉറപ്പിക്കുന്നതുവരെയുള്ള ഒരു മാനസിക പ്രക്രിയയാണ്. സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ്. അതിനെത്ര സമയം വേണമെന്നില്ല, ആ ലക്ഷ്യം നേടുന്നതുവരെയാണ് വേല. ആ ഒരു അവസ്ഥയിലെത്തിയാൽ, അതായത് ആഗ്രഹം മനസ്സിൽ പതിഞ്ഞാൽ, ഇംപ്രഗ്നേഷൻ നടന്നാൽ, പിന്നെ സ്വാഭാവികമായി ഒരു മാനസിക വിശ്രാന്തി വരും. അതാണ് സാബത്ത്. ഓക്കേ. കാര്യം നടന്നു കഴിഞ്ഞു, ഇനി അത് പുറത്തു വന്നോളും എന്ന ഒരു ഉറച്ച ബോധ്യം, ഒരു ശാന്തത, ഒരു ഗർഭകാലം പോലെ. വിത്ത് നട്ടു, ഇനി അത് മുളയ്ക്കാൻ സമയം കൊടുക്കുക.
അപ്പോ ഈ മാനസിക വിശ്രമമില്ലെങ്കിൽ നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ഫലമുണ്ടാകില്ല. അതെ, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ സാപത്തിലെത്തിയിട്ടില്ല എന്നാണ്. ആഗ്രഹം മനസ്സിൽ പതിഞ്ഞിട്ടില്ല. ഈ ആശയം ക്രൂശീകരണത്തിന്റെ കഥ വെച്ചും പുസ്തകം പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? യേശു, ബറബാസ്, സാബത്ത് ഇതെല്ലാം എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? ഇവിടെ ബറബാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം, പരിമിതി. ശരി. യേശുവാകട്ടെ നിങ്ങളുടെ രക്ഷകൻ, അതായത് നിങ്ങളുടെ ആഗ്രഹം, ലക്ഷ്യം. ജനങ്ങൾ പറയുന്നു ബറബാസിനെ വിടാൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നു. ഓക്കെ. പകരം യേശുവിനെ ക്രൂശിക്കാൻ പറയുന്നു. യേശുവിനെ ക്രൂശിക്കുന്നത് 6-ാം ദിവസമാണ്. അവിടെ വെച്ചാണ് പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി എന്ന്. ഇത് നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാണെന്ന ബോധ്യം പൂർണ്ണമായി ഉറപ്പിക്കുന്നതാണ്. 6 ദിവസത്തെ വേല കഴിഞ്ഞു. എന്നിട്ട് കല്ലറയിലടക്കുന്നു. അതെ, അതാണ് 7-ാം ദിവസത്തെ വിശ്രമം, സാബത്ത്. ആ ബോധത്തിൽ വിശ്രമിക്കുക, ഫലം വരും എന്ന് വിശ്വസിച്ചു കാത്തിരിക്കുക. അവസാനം ഉയർത്തെഴുന്നേൽപ്പ്. 1-ാം ദിവസം നിങ്ങളുടെ ആശയം ഭൗതിക യാഥാർത്ഥ്യമാകുന്നു. വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയെ മാറ്റാമെന്ന്. അത് ചെറിയ വിശ്വാസം മതിയെന്നാണോ? അല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിന്റെ അളവല്ല, അതിന്റെ ക്വാളിറ്റിയാണ്. ക്വാലിറ്റിയോ? അതെ. ഒരു കടുകുമണിക്ക് അതിനെക്കുറിച്ചൊരു സംശയവുമില്ല. താൻ ഒരു കടുകുമണിയാണ്, തന്നിൽ നിന്ന് കടുകു ചെടിയേ ഉണ്ടാവൂ എന്ന് അതിന് 100% ഉറപ്പാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സമ്പൂർണമായ, ചോദ്യം ചെയ്യാനാവാത്ത ഒരു ബോധ്യം വേണം. ആബ്സല്യൂട്ട് ഫെയ്ത്ത്. ആ ബോധ്യം എങ്ങനെ കിട്ടും? വീണ്ടും അനുഭൂതിയിലൂടെ, ഫീലിംഗിലൂടെ. ആഗ്രഹം സാധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ആ മാനസാവസ്ഥ ഇപ്പോൾ ധരിക്കുക, അതിൽ ജീവിക്കുക. ഈ ഉറച്ച ബോധ്യം, അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയാം, അത് പിന്നീട് പുറത്തുള്ള തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ സ്വയം പ്രകടമാകും. മലയെ മാറ്റാൻ പറ്റുന്നത് അങ്ങനത്തെ വിശ്വാസത്തിനാണ്. ഇത് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം? അവരുടെ ആഗ്രഹം നടക്കാൻ നമ്മൾ ഫീൽ ചെയ്താൽ മതിയോ? മതി. അവർക്ക് എന്ത് നല്ല വാർത്ത കേൾക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് അവർ നിങ്ങളോട് നേരിട്ട് പറയുന്നതായി സങ്കൽപ്പിച്ച് കേൾക്കുക. ഉദാഹരണത്തിന്, ഒരു സുഹൃത്തിന് ജോലി കിട്ടണമെന്ന് കരുതുക. ആ സുഹൃത്ത് നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ എടാ എനിക്ക് ആ ജോലി കിട്ടി എന്ന് പറയുന്നതായിട്ട് സങ്കൽപ്പിക്കുക. ആ സംഭാഷണം ശരിക്കും നടക്കുന്നതുപോലെ കേൾക്കണം. ആ ശബ്ദം, അതിലെ സന്തോഷം, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സന്തോഷം, ഇതെല്ലാം അനുഭവിക്കുക. എന്നിട്ടോ? ആ അനുഭൂതിയിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുകളയുക. അത് നടന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തിലിരിക്കുക. ഓക്കെ. ഇനി ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അടിസ്ഥാന ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ വാക്കുകൾ പോലെയാണെന്നും അതിൽ തന്നെ അത് നടക്കാനുള്ള ശക്തിയും പ്ലാനുമുണ്ടെന്നും ഈ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റരുത് എന്നും പറയുന്നു. അതെന്താണ്? 2 രീതിയിൽ നമ്മൾ ആഗ്രഹങ്ങളെ മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് പുസ്തകം പറയുന്നത്. ശരി. ഒന്ന്, അതെങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്നൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അതിലേക്ക് നമ്മുടേതായ കണ്ടീഷൻസ് ഒക്കെ ചേർത്ത് അതിനെ സങ്കീർണമാക്കും. ആഡിങ് ടു ദ വേർഡ് എന്ന് പറയും. ശരി. രണ്ടാമത്തേതോ? ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇത്രയും വലുതായിട്ടൊന്നും വേണ്ട എന്ന് കരുതി ആഗ്രഹത്തെ ചെറുതാക്കും. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കും. ടേക്കിംഗ് എവേ ഫ്രം ദ വേർഡ്. അപ്പോൾ ഇവ രണ്ടും ചെയ്യരുത്. അതെ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെങ്ങനെ നടക്കുമെന്ന് ഓർത്ത് വിഷമിക്കാതെ അത് നടന്നു കഴിഞ്ഞു എന്ന ഫീലിംഗിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന സുവർണ്ണ നിയമം, ഡു അൺടു അതേഴ്സ്, അതിനും ഇവിടെ ഒരു പ്രത്യേക വ്യാഖ്യാനമുണ്ടല്ലോ. ഉണ്ട്. അതും ഈ ബോധം ഒന്നാണ് എന്ന ആശയത്തിൽ നിന്നാണ് വരുന്നത്. നമ്മളെല്ലാം അടിസ്ഥാനപരമായി ഒരേ ബോധമാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ, അവരെപ്പറ്റി എന്ത് വിശ്വസിക്കുന്നുവോ, അതൊരു സമ്മാനം പോലെയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ആ വ്യക്തി അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, അതായത് അയാൾക്കത് ചേർന്നതല്ല എന്ന് തോന്നിയാൽ, നിങ്ങൾ കൊടുത്ത ആ സമ്മാനം, ആ ചിന്ത, ആ അവസ്ഥ, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരും. ഓ, അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചിന്തിച്ചാൽ അതവർ സ്വീകരിച്ചില്ലെങ്കിലും ആ നന്മ നമുക്ക് തന്നെ കിട്ടുമെന്നാണോ? അതെ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കായി ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ സ്വയം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒന്നായിരിക്കണം. കാരണം നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത്
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നതും നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് വിശ്വസിച്ചത് അവർ എടുക്കാത്തതുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വന്നതുമായ കാര്യങ്ങൾ ചേർന്നതാണ്. കൊള്ളാം, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. അതുകൊണ്ട് മറ്റുള്ളവർക്കു വേണ്ടി ചിന്തിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഒരു തരത്തിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. രോഗശാന്തിയെക്കുറിച്ചും പുസ്തകത്തിൽ സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ലേവ്യ പുസ്തകത്തിലെ കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്ന രീതി. അതെ, ഉണ്ട്. അതും ഇതുപോലെ പ്രതീകാത്മകമായിട്ടാണ് വിശദീകരിക്കുന്നത്. ലേവ്യ പുസ്തകം 14 കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്ന ഒരു ചടങ്ങ് പറയുന്നുണ്ട്. അതിന് 2 പക്ഷികളെ എടുക്കണം. എന്തിനാണ് 2 പക്ഷി? ഒരു പക്ഷി രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ, ആ പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നു. മറ്റേ പക്ഷി അയാൾ ആഗ്രഹിക്കുന്ന അവസ്ഥ, അതായത് ആരോഗ്യം, അതിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ പക്ഷിയെ ഒരു മൺപാത്രത്തിൽ ശുദ്ധജലത്തിനു മുകളിൽ വെച്ച് കൊല്ലുന്നു. അതിന്റെ രക്തമെടുക്കുന്നു. ഇത് പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ബോധം, ജീവൻ, രക്തം മാറ്റുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ജീവനുള്ള മറ്റേ പക്ഷിയെ എടുത്ത് ഈ രക്തത്തിൽ മുക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും പരിഹാരത്തിൽ, ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കേന്ദ്രീകരിച്ച് അത് യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം 7 തവണ തളിക്കുന്നു എന്നുമുണ്ട്. അതെ, അത് ആ പുതിയ ബോധത്തിൽ, ആരോഗ്യത്തിന്റെ ബോധത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഒരു സാബത്ത് പോലെ. അവസാനം ആ ജീവനുള്ള പക്ഷിയെ പറത്തിവിടുന്നു. അതെ, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനെ സ്വതന്ത്രമാക്കുക. നിങ്ങൾ ആ ആഗ്രഹം വിട്ടുകളയുന്നു. അത് അതിന്റെ സമയത്ത് നടന്നോളും എന്ന് വിശ്വസിക്കുന്നു. മംഗളവാർത്തയുടെ കഥയും ഇതുപോലെയാണോ? അനൻസിയേഷൻ. അതേ രീതിയിൽ തന്നെ. പിതാവ്, അതായത് ബോധം, ഒരു ആഗ്രഹം, പുത്രൻ, മനസ്സിൽ കാണുന്നു. ഗബ്രിയേൽ മാലാഖ, ഇവിടെ അത് ഒരു സുഹൃത്തിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കുന്നതോ ആയി സങ്കൽപ്പിക്കാം. ആ വാർത്ത മറിയത്തെ, അതായത് സ്വീകരിക്കാൻ തയ്യാറായ നമ്മുടെ മനസ്സ് അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാള് നമ്മുടെ ആഗ്രഹം നടന്ന കാര്യം പറയുന്നതായി കേൾക്കുമ്പോൾ, അതെ, ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ആശ്വാസം ഒക്കെ തോന്നുമല്ലോ. ആ ഒരു അനുഭൂതി, അതാണ് ഗർഭധാരണം, ഇംപ്രഗ്നേഷൻ. ആ നിമിഷം ആ ആഗ്രഹം നമ്മുടെ ബോധത്തിൽ യാഥാർത്ഥ്യമായിട്ട് പതിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഈ പുസ്തകം വീണ്ടും വീണ്ടും പറയുന്ന ഒരേ കാര്യം, നമ്മുടെ ബോധമാണ് നമ്മുടെ ലോകമുണ്ടാക്കുന്നത്. പുറത്ത് മാറ്റം വരണമെങ്കിൽ ഉള്ളിൽ മാറ്റം വരണം. പ്രധാനമായും നമ്മുടെ ഫീലിംഗ്സിലും വിശ്വാസങ്ങളിലും. അതെ, ഇവിടെ നമ്മൾ സംസാരിച്ച ഈ വ്യാഖ്യാനങ്ങളൊക്കെ ബൈബിളിലെയും മറ്റു പഴയ കഥകളെയുമൊക്കെ വെറും കെട്ടുകഥകളായി കാണാതെ നമ്മുടെയൊക്കെ വളർച്ചയ്ക്കും മാറ്റത്തിനും വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ടൂൾസായി കാണാൻ സഹായിക്കും. ഇതൊന്നും വെറും തിയറിയല്ല, അനുഭൂതിയിലൂടെ, ഭാവനയിലൂടെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേഷ്ട ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കാനുണ്ടാവും. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവാം. തീർച്ചയായും. ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത കൂടി പറയാം. ഒരുപക്ഷെ നമ്മുടെ യാഥാർത്ഥ്യമുണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഫിലോസഫികളിലോ സയൻസിലോ മാത്രമല്ല ഉള്ളത്. പകരം ഇതുപോലെ ലളിതമെന്ന് തോന്നുന്ന പഴയ കഥകളിലും ചിഹ്നങ്ങളിലുമൊക്കെ അത് ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അവയെല്ലാം നിങ്ങളുടെ സ്വന്തം ബോധമെന്ന കണ്ണാടിയിലൂടെ നോക്കി നിങ്ങൾക്ക് തനതായ രീതിയിൽ വ്യാഖ്യാനിച്ച് അനുഭവിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലോ? ഇതിനെക്കുറിച്ച് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്?